ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു 2 അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഓരോ അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വരാൻ പോകുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ഡ്രാഫ്റ്റ് പ്രീസെറ്റ് എന്നത്. വാട്സപ്പിൽ ഇതിനു മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഡ്രാഫ്റ്റ് എന്നത്. അതായത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് ഇതുപോലെ സെൻഡ് ചെയ്യാതെ ഈ ഒരു സെൻഡ് ഐക്കന് ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യാതെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ടേ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു മെസ്സേജ് ഇവിടെ കിടക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് ഇതിന് മുമ്പ് വന്നതാണ്. അതായത് ഇതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മെസ്സേജ് സെൻഡ് ആയിട്ടില്ല, അതിപ്പോഴും ഡ്രാഫ്റ്റിൽ കിടക്കുകയാണ് എന്ന് നമ്മളെ സൂചിപ്പിക്കുകയും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കാണാൻ സാധിക്കും. അത് നമ്മുടെ ചാറ്റിന് മേളിൽ തന്നെ വന്ന് കിടക്കുകയും നമുക്കിത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലാവും നമ്മൾ ആ ഒരു മെസ്സേജ് അയച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഇതിനു മുമ്പ് വാട്സപ്പ് കൊണ്ടുവന്നതാണ്. എന്നാൽ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ് പ്രീസെറ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് കാണാം അൺറീഡ്, ഫേവറേറ്റ്, ഗ്രൂപ്പ് തുടങ്ങിയ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ. അപ്പോൾ ഇനി മുതൽ ഇവിടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡ്രാഫ്റ്റിലാക്കിയിരിക്കുന്ന ഏതെങ്കിലും മെസ്സേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രാഫ്റ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാ ഇത്തരത്തിൽ ഇവിടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റും കൂടെ വരാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രീസെറ്റാണ് ഇനി വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇത്. അപ്പോൾ ഡ്രാഫ്റ്റ് പ്രീസെറ്റ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് ചില ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് സ്കാൻ ഡോക്യുമെന്റ് എന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഡോക്യുമെന്റ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസ് ഡോക്യുമെന്റ്, ചൂസ് ഫ്രം ഗാലറി എന്നീ 2 ഓപ്ഷനുകൾ കാണാം. അതുപോലെ റീസെന്റ് ആയിട്ടുള്ള കുറേ ഡോക്യുമെന്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇതിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഫോണിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ അല്ലാതെ ഇനി മുതൽ സ്കാൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി ഇവിടെ വരാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്സിനെ, ഫയൽസിനെ വല്ല നമുക്ക് PDF ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അത്തരത്തിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സഹായം വേണം നമ്മുടെ കയ്യിലുള്ള ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഫയൽസിനെ PDF ആക്കി അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സഹായം തേടേണ്ടി വരും, അല്ലെങ്കിൽ സ്കാനർ വേണ്ടി വരും. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ അത്തരത്തിൽ സ്കാനറിന്റെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി വേണം നമുക്കൊരു PDF തയ്യാറാക്കാൻ വേണ്ടി. എന്നാൽ ഇനി മുതൽ അത് വേണ്ട, വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയോ സ്കാനറിൻ്റെ ആവശ്യമില്ല. നമുക്ക് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് അത് നമുക്ക് PDF ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അത്തരത്തിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിച്ച് സമയം കളയാൻ നിൽക്കേണ്ട. അത്തരത്തിലൊക്കെ നമ്മുടെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇനി വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നൊക്കെ നമുക്ക് അപ്പം കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വാട്സപ്പ് ഇനി വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇത് സ്കാൻ ഡോക്യുമെന്റ് എന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ട 2 അപ്കമിങ് അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.